യൂട്യൂബ് ചാനലിൽ കൂടി ഭീകരവാദ പ്രവർത്തനം നടത്തേണ്ട. ആ ചാനലിൽ ഞാനങ്ങ് പൂട്ടിടുകയാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനൽ ബ്ലോക്ക് ചെയ്ത് മോദി സർക്കാർ. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ്, പ്രസിഡന്റ് ആസിഫ് അലി സർദാരി, മറിയം നവാസ്, ബിൽവാൽ ഭൂട്ടോ എന്നിവരുൾപ്പെടെ തന്നെ നിരവധി പാകിസ്ഥാൻ നേതാക്കളുടെയും മന്ത്രിമാരുടെയും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ കേന്ദ്ര സർക്കാർ ഇന്ത്യയിൽ നിരോധിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിലെ 16 പ്രധാന യൂട്യൂബ് ചാനലുകൾ ഇന്ത്യൻ സർക്കാർ നിരോധിച്ചതിന് പിന്നാലെയാണ് ഈ ഒരു നടപടി വന്നിരിക്കുന്നത്. ഈ യൂട്യൂബ് ചാനലുകൾ ഇന്ത്യൻ സൈന്യത്തിനും സുരക്ഷാ ഏജൻസിക്കുമെതിരെ പ്രകോപനകരവും അതുപോലെ തന്നെ വർഗീയമായി സെൻസിറ്റീവ് ആയതുമായ ഉള്ളടക്കവും തെറ്റായ രീതിയിലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലും വീഡിയോകളും കാണിച്ചിരിക്കുകയും ചെയ്യുകയായിരുന്നു. നേരത്തെ നിരവധി ക്രിക്കറ്റ് താരങ്ങൾ ഉൾപ്പെടെ നിരവധി പാകിസ്ഥാൻ സെലിബ്രിറ്റികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഇന്ത്യൻ സർക്കാർ ഡിജിറ്റൽ സ്ട്രൈക്ക് നടത്തിയിരുന്നു. ബാബർ ആസാം, മുഹമ്മദ് ആമിർ, നസീം ഷാ, ഷഹീൻ അഫ്രീൻ മുഹമ്മദ്, അതുപോലെ തന്നെ ഹാരിസ് നൌഫ്, ഇമാം ഉൾ ഹഖ് എന്നിവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളായിരുന്നു ഇന്ത്യയിൽ ബ്ലോക്ക് ചെയ്തതും. ഇന്ത്യ വിരുദ്ധത പ്രചരണം നടത്തിയ പാകിസ്ഥാൻ യൂട്യൂബ് ചാനലുകൾക്ക് നിരോധനം ഏർപ്പെടുത്തി ഇന്ത്യ ഡോട്ട് ന്യൂസ്, സിമ TV, ജിയോ ന്യൂസ് ഉൾപ്പെടെ 16 ചാനലുകളായിരുന്നു നിരോധിച്ചതും. ഇന്ത്യ വിരുദ്ധ പ്രചരണത്തിന്റെ പേരിലായിരുന്നു ഇന്ത്യയുടെ നടപടി വന്നതും. അതേസമയം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായതിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തി ഗ്രാമങ്ങളിൽ കനത്ത ജാഗ്രതയാണ് പുലർത്തി വരുന്നത്. ബാരാമുള്ളയിലെ ഇന്ത്യ പാക് അതിർത്തി ഗ്രാമങ്ങളിൽ സൈനിക വിന്യാസം ശക്തമാക്കിയിട്ടുണ്ട്. നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ഗ്രാമവാസികൾ പലരും തന്നെ മാറ്റി പാർപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിർത്തി ഗ്രാമങ്ങളിലേക്ക് പ്രവേശിക്കുവാനും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പഹൽഗാം ഭീകര ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്കൊപ്പമുണ്ടായിരുന്നവരുടെ മൊഴിയെടുക്കുവാനുള്ള നീക്കത്തിലാണിപ്പോൾ NIA ഉള്ളത്. അതുപോലെ തന്നെ നേരിട്ട് കണ്ട് മൊഴിയെടുക്കുകയും ചെയ്യും. ഇതിന്റെ ഭാഗമായി കേരളത്തിലടക്കം സംഘം എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കർണാടകയിൽ ഭാരത് ഭൂഷൺ കുടുംബത്തെ ഇന്ന് കാണും. അതുപോലെ പാക് പൗരന്മാരുടെ ഇന്ത്യയിൽ നിന്നുള്ള മടക്കത്തിനുള്ള സമയപരിധി കഴിഞ്ഞതിന് ശേഷമുള്ള സാഹചര്യം ആഭ്യന്തര മന്ത്രാലയം വിലയിരുത്തി വരികയാണ്. പകുതിയോളം ആളുകൾ പോലും മടങ്ങിയിട്ടില്ല എന്നാണ് ഇപ്പോൾ നിഗമനം പുറത്തു വന്നിരിക്കുന്നത്. കേന്ദ്രം സംസ്ഥാനങ്ങളിലെ കണക്കുകൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള ഈ ഒരു പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നതും. അട്ടാരി അതിർത്തി വഴി കടന്നവരുടെ കണക്ക് മാത്രമാണ് നിലവിൽ സർക്കാരിന്റെ കൈവശമുള്ളത്. 537 പേർ ഇന്ത്യ വിട്ടെന്നാണ് സർക്കാരിന്റെ കണക്കുകളിൽ സൂചിപ്പിക്കുന്നതും. മെഡിക്കൽ വിസയിലും കാലാവധിയിലും നാളെ കഴിയും. ഇന്നലെ രാത്രി 10 മണി വരെയായിരുന്നു രാജ്യം വിടാൻ പാക് പൗരന്മാർക്ക് അവസാനം തീയതി നൽകിയിരുന്നത്. ഇതിനകം തന്നെ 537 പാകിസ്ഥാനികൾ അട്ടാരി അതിർത്തി വഴി മടങ്ങിയെന്നാണ് കേന്ദ്രത്തിന്റെ ഔദ്യോഗിക കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ 6 പേർ കേരളത്തിൽ നിന്നുള്ളവരാണ് എന്നാണ് വിവരങ്ങൾ ലഭ്യമായതും. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം മാത്രമായി മടങ്ങിയത് 237 പാക് പൗരന്മാരായിരുന്നു. ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള തിരിച്ചടിയായി പാകിസ്ഥാൻ പ്രഖ്യാപിച്ച മടങ്ങിപ്പോക്ക് പ്രകാരം 830 ഇന്ത്യക്കാർ അട്ടാരി വഴി തിരിച്ചെത്തിയിട്ടുണ്ട്. അതേസമയം രാജ്യം വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോഴിക്കോട്ട് 3 പേർക്ക് നൽകിയ നോട്ടീസ് ഇന്ന് പോലീസ് പിൻവലിക്കുകയും ചെയ്തിരുന്നു. കുടുംബവുമായി ദീർഘകാല വിസയിൽ കേരളത്തിൽ തങ്ങിയവരായിരുന്നു ഇവർ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.